അത് കള്ളുകുടിയൻ മുട്ടു കഞ്ചാവടിയൻ മുട്ടു കള്ളുകുടി പെണ്ണ് പിടിയൻ സീനാനേ കള്ളുകുടിയൻ സീനാനേ. ഇത് കണ്ട ഇങ്ങോട്ട് കൊണ്ടുവാ കണ്ട. ഇത് കൈകൊണ്ട് എടുക്കാൻ പാടുള്ളതല്ല, എന്നാലും ഞാൻ എടുക്കണ്. ഇതെന്തിനാണ്? ഇത് അരയ്ക്കാനുള്ളതാണ്. ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ച് കണ്ട. അല്ല, എന്നെ എൻ്റെ മക്കളെയും കൂടെ കൊല്ലിക്കാനായിട്ട് കണ്ട. പൂവ് കണ്ട, തുളസിയില, ചീര വരെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നെ എൻ്റെ മക്കളെ, എൻ്റെ കവർക്കുള്ള കാലം മുതൽ എന്നെ എൻ്റെ മക്കളെ കൊല്ലാവരിഞ്ഞ തള്ളേത്. ഇത് കണ്ട, ഈ തള്ള കൊണ്ടുവന്നിട്ട് ഉമ്മയാണ് കൂടുതലും ഞങ്ങളെ മൂന്നാളിനെയും വളർത്തിയതും. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്നത് സാജിദ സാജിയാണ് നമ്മുടെ കൂടെ ഇന്നിരിക്കുന്നത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ സാജിദ സാജിയോട് സംസാരിക്കാം. സാജിദ സാജി, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ വീട്ടില്? നല്ല വിശേഷം. സാജിദ സാജിയെ ആദ്യം മുതലേ ഒന്ന് പരിചയപ്പെടാൻ പോവാണ്. സാജിദ സാജിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഇപ്പോൾ? എൻ്റെ വീട്ടില് ഇപ്പൊ ഉള്ളത് ഞാനും കെവിറൊക്കെ ഉണ്ടാക്കിയ 5 മക്കൾ. നിങ്ങൾക്കൊരു ഉമ്മ ഉണ്ടായിരുന്നല്ലോ. ഞാൻ അടിച്ചോടിക്കാനുള്ള കാരണം അവര് ഉള്ള ചട്ടിയും കാലും അത്രയും കൂടെ പറക്കി ഈ അടുപ്പിന്റെ അടിയിൽ കൊണ്ടുവന്ന് വെക്കും. അതാണോ കാരണം? അതും വൃത്തിയില്ല. പിന്നെ കൂടോത്രം ചെയ്ത്. അതാണ് നിങ്ങളുടെ വീഡിയോയിൽ കണ്ട മറ്റേ അരിയും തവിടൊക്കെ. തകിട്. അത് ഞാൻ കെവിർക്ക ഉണ്ടാക്കിയ 5 മക്കളും നശിച്ചു പോവാനായിട്ട് കൂടോത്രം ചെയ്തു. ആ വീട് ശരിക്കും ആരുടെ വീടായിരുന്നു? അവന്റെ ഉമ്മാരെ വീട്. ഉമ്മാടെ വീടായിട്ട് ഉമ്മായ അടിച്ചറക്കി. പിന്നെ എനിക്ക് ഇത്തിരി ക്യാഷ് കൂടുതലാണ്. ഇടയ്ക്ക് വെച്ച് ക്യാഷ് ഇത്തിരി കൂടിയപ്പോഴത്തേക്ക് ഞാൻ അടിച്ചിറക്കി. കയ്യിലൊക്കെ എന്താണ് തൂങ്ങിയൊക്കെ കിടക്കുന്നത്? അയ്യോ, ഇതെന്റെ പ്രൊഡക്റ്റ്. ഇത് സാധനങ്ങളെ പരസ്യമാണ്. ഇത് പുതിയ ഫാഷൻ ആയിരിക്കും. ഇത് പരസ്യമാണ്. അപ്പൊ ഇതെല്ലാരും വാങ്ങിക്കണം. മുഖമൊക്കെ നല്ല തിളങ്ങി. അത് ഞാൻ ഇപ്പൊ ഇറക്കിയ വൈറ്റനിങ് ക്രീം, ബ്യൂട്ടി വൈറ്റനിങ് ക്രീമാണ്. ഇതിട്ടോണ്ട് ഇങ്ങനെ ഇറങ്ങുമല്ലേ റോഡിലൊക്കെ? പിന്നെ അത് ഞാൻ ഇപ്പൊ എപ്പോഴും ലൈവും വീഡിയോ ഒക്കെ ചെയ്യണോണ്ടേ അതിനായിട്ട് വേണം. ഫിൽറ്റർ ഒന്നും വേണ്ടല്ലോ. ഇത് ഇടുമ്പോഴത്തേക്കും കണ്ട എല്ലാം മാറിയല്ലോ, കറുപ്പുമില്ല. ഇത് നമ്മളെ പിന്നെ മുതലാളി ഉണ്ടല്ലോ, മുതലാളി ഇതെല്ലാം ഇറക്കി തന്നിട്ട് പറഞ്ഞു ഇതെല്ലാം വിൽക്കാം. ഇത് ആ നേരം നെറ്റിപ്പട്ടമാണ്. ഇതാ കണ്ടല്ലോ, ആ നേരം നെറ്റിപ്പട്ടം ഓർഡർ ചെയ്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉത്സവപ്പറമ്പിൽ ആനയെ കൊണ്ട് ഒരുക്കി കൊണ്ടുപോകുമ്പം നെറ്റിയിൽ വെക്കാം. ഇതാ കണ്ടോ, ഇത് അങ്ങനത്തതാണ്. അപ്പൊ ആനക്കാണോ മനുഷ്യന്മാർക്കാണോ ഇടുന്നത്? ഇത് മനുഷ്യനിടും. ഇതണ്ട പുലിയുടെ വാലിൽ ഇങ്ങനെ പുലി വരണം എന്നുള്ള ഇത് അറിയുമ്പോഴത്തേക്ക് പുലിവാൽ മോതിരം കണ്ടോ? ആനവാൽ മോതിരം അല്ലേ? പുലിവാൽ മോതിരം. കമ്മൽ എവിടെ നിന്നാണിത്? ഇത് നമ്മളെ മുതലാളി ഇറക്കിയതാണ്. ആരാണ് ഈ മുതലാളി? മലപ്പുറം, കാസർഗോഡൊക്കെ. അത് പറഞ്ഞൂടാ, സീക്രട്ട്. 5 മക്കളുടെ പേരൊക്കെ ഒന്ന് പറയോ? കാരണം എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആണ്. ആലോചിക്കുകയാണോ മക്കളുടെ പേര്? ഞാൻ ഓർമ്മിച്ചു. കൺഫ്യൂഷൻ ആണ് 5 പേരുള്ളോണ്ട്. റാഫി, റൂബി, റജബി, റണ്ണി, സണ്ണി. മക്കളൊക്കെ എങ്ങനെ? പഠിക്കാനൊക്കെ എങ്ങനെയാ മക്കള്? പഠിക്കാൻ പൊളിയാണ്. എന്റെ പുലിക്കുട്ടികളാണ് 5 പേരും. പഠിക്കോ എല്ലാരും? സണ്ണി ആണെങ്കിലേ, സണ്ണി ഏറ്റവും അവസാനത്തത്, കെവിർക്കാര 5ാമത്തെ സന്താനം. അപ്പൊ ഇത് ഞാൻ ലൈവ് ചെയ്യുമ്പോ വന്നിരുന്നു കൊണ്ടേ എല്ലാരും ചീത്ത വിളിക്കും. ബാക്കിയുള്ളവര് കേട്ടോണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്താണ് ശരിക്കും? പ്രത്യേകിച്ചൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു. അത് ആദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ തൂക്കണത്, പിന്നെ തുണി കഴുകും. എനിക്ക് വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്, അതിലോട്ടിട്ട് തുണി കഴുകണതും. പിന്നെന്തോന്ന് ഞാൻ വേവിക്കണതൊക്കെ ആണ്. മീൻ പുളി വെക്കണതും എല്ലാം ഒക്കെ പിടിക്കുമായിരുന്നു ആദ്യത്തെ കണ്ടന്റ്. പിന്നെ രണ്ടാമത് എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു. അടിച്ചിറക്കും മുമ്പ് ഉമ്മ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഉമ്മായി ഞാനും കൂടെ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ആയി.
അതൊക്കെ ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. ഓ ഓ ആ കിളവി ഉണ്ടല്ലോ, ആ തള്ളച്ചി. എന്നാലും സ്വന്തം ഉമ്മ അല്ലേ, അപ്പൊ അവരങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അവരെ നോക്കി വളർത്തിയതല്ലേ ഇത്ര വയസ്സ്. അല്ല, ഞാൻ പറയും, അത് എന്നെ കുഞ്ഞിലേക്ക് നോക്കി നല്ലതുപോലെ. 3 പെൺകുട്ടികളാണ്. അപ്പൊ ഈ പെൺകുട്ടികളാ നല്ലതുപോലെ നോക്കി, ഇങ്ങനെ ഇട്ട് തന്നെ നല്ലപോലെ നോക്കി കുറെ നാള് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് നല്ല പണം വന്നു, പൈസ വന്നപ്പോഴത്തെ ആശുപത്രിയിൽ നിന്നത് ഉമ്മായാണ്. എന്റെ തുണിയൊക്കെ വാരിക്കെട്ടി മക്കളെന്നും പറഞ്ഞ് തടവിയെല്ലാം റെഡിയാക്കിയൊക്കെ നിന്ന്. പിന്നെ അതിനുശേഷം എന്തോന്ന് ചെയ്ത് ആശുപത്രിയിൽ നിന്നൊക്കെ വന്നിട്ട് എന്നെ നോക്കി 2-3 മാസം വരെ എന്റെ ഉമ്മ നോക്കി എന്നെ. എന്റെ മക്കൾ 5 എണ്ണമല്ലേ, പുലിക്കുട്ടികളല്ലേ. ആ പുലിക്കുട്ടികളെ നോക്കണമെങ്കിലേ, ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോയി അയൽവക്കക്കാരെയും ചീത്ത വിളിക്കും. മക്കളായാലും ഞാൻ വിളിക്കണ കേട്ടല്ലേ എന്റെ മക്കള് പഠിക്കണത് എന്ന് പറഞ്ഞാൽ എല്ലാം വാരി ആക്രിയിൽ വാരിക്കൊണ്ടുവന്ന് വെക്കാം. വെളിയിൽ കിടക്കണതും എല്ലാം ചട്ടി കണ്ടല്ലോ, അത് കണ്ട് അങ്ങനെ വാരിക്കൊണ്ടുവന്ന് കൂട്ടി വെക്കണേനെ ഞാൻ എന്തോന്ന് ചെയ്ത് അത് വീഡിയോയിൽ എടുത്ത് ഇടുമ്പോഴത്തേക്ക് എനിക്ക് നല്ല ഇത് ചീത്ത വിളിച്ച് അവരെ പുറത്താക്കാനുള്ളൊരു. എന്നിട്ട് ഞാൻ ഉമ്മ അടുക്കി വെച്ചിരുന്ന സാധനങ്ങൾ ഞാൻ എന്തോന്ന് ചെയ്ത് വാരി ഇങ്ങനെ ഇട്ടിട്ട് എന്റെ സണ്ണിയെ കൊണ്ട് വീഡിയോ ഇട്ടിച്ച്. അത് നല്ലൊരു അങ്ങനെ പിടിച്ചപ്പോ റീച്ച് കിട്ടുമല്ലോ. അത് കണ്ടന്റ് ആക്കി എടുത്ത് അത് ഉമ്മായെ കുറിച്ചുള്ള പിന്നെ എന്റെ അനിയത്തിമാരൊക്കെ വന്നിരിക്കുമായിരുന്നു. അവരെ ഞാൻ അങ്ങോട്ട് എങ്ങനെയെങ്കിലും എല്ലെണ്ണത്തിന് ഇറക്കണ്ടേ, അതും കണ്ടന്റ് ആക്കി. പിന്നെ അതിനുശേഷം ഇപ്പം ഞാൻ ചോദിക്കുന്ന വെച്ചാൽ നിങ്ങൾക്കൊരു യൂട്യൂബർ ആവാനുള്ളൊരു നിലവാരം ഉണ്ടോ? കാരണം കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരെയും കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞ് നമ്മളിങ്ങനെ പൊതുസമൂഹത്തിന്. അല്ല, എനിക്കത് വിഷയമില്ല. എനിക്കത് പ്രശ്നമുള്ള കാര്യമല്ല. രക്തബന്ധങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയണ്ട. അല്ല, എനിക്ക് പണം വന്നപ്പോ പിന്നെ എനിക്ക് എന്റെ സഹോദരങ്ങളാണെന്നോ എന്റെ ഉമ്മ ആണെന്നോ എനിക്ക് ആരും അവിടെ ഇല്ല. അന്ന് ഞാൻ ഇങ്ങനെ വെളുത്തിരുന്നാ ഇല്ലല്ലോ. എന്റെ ഉമ്മ കൊണ്ട് കടന്ന് എന്നെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ആശുപത്രി കൊണ്ടുപോയി. ഒരു മുഴയൊക്കെ ഉണ്ടായിരുന്നു, അതിനെയൊക്കെ എടുത്ത് കളഞ്ഞ് അന്നൊക്കെ എന്റെ ഉമ്മ നോക്കിയ സമയത്ത് ഞാൻ എങ്ങനെയാണ് ഇരുന്ന കറുത്താണ് ഇരുന്നത്. ഇപ്പൊ ഞാൻ കുറെ ഫിൽറ്ററൊക്കെ തേച്ച് കണ്ട. ഇതൊക്കെ ഇങ്ങനെ എന്റെ മോലാളിയുടെ ഒരു കഴിവാണ് ഇതൊക്കെ കണ്ടാ. ആ മുതലാളി ആരാണെന്നൊന്ന് പറയോ? അയ്യോ, അത് പറയൂല. ഈ മുത്തു പിന്നെ സിനാൻ അങ്ങനെയൊക്കെയുള്ള മക്കള് മാമാമാര് അവരൊക്കെ തൊട്ടടുത്താണ്. അതെ, അത് ഒരു വലിയ കഥയാണ്. അതൊക്കെ പറഞ്ഞാൽ ഇത് ഇന്റർവ്യൂ അങ്ങ് നീണ്ടു പോകും. എനിക്ക് കുറച്ച് സീക്രട്ടുകളുണ്ടായിരുന്നു. അതൊക്കെ അതൊക്കെ ഇവര് പുറത്ത് വിടുന്നായപ്പോ ഞാൻ ഇതിലോട്ട് അങ്ങ് പിടിച്ചു. സാജിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ലൈവുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. പെട്ടെന്ന് പാട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കഴിവുണ്ടല്ലേ. ഒരു പാട്ട് നമുക്കൊന്ന് പാടിത്തരും. പാട്ട് അത് കള്ളുകുടിയൻ മുട്ടു കഞ്ചാവടിയൻ മുട്ടു കള്ളുകുടി പെണ്ണ് പിടിയൻ സീനാനേ കള്ളുകുടിയൻ സീനാനേ. ഇവരിങ്ങനെ പ്രതികരിക്കുമ്പോ നിങ്ങക്ക് ഇങ്ങനെ കേസൊക്കെ വരത്തില്ല? ഇങ്ങനെയൊക്കെ അപവാദങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കി കഴിഞ്ഞാല് അത് ഞാൻ അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അത് എനിക്കിപ്പോ പണം ഉണ്ടല്ലോ, ഞാൻ അതിൽ നിന്ന് കുറച്ചങ്ങോട്ട് വാരി അങ്ങ് എറിയുമ്പോ ഇത് എല്ലാരും ഓർഡർ ചെയ്യണം. ശരിക്കും പ്രേക്ഷകർക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളൊരു അമ്മയാണല്ലോ, 5 പേരുടെ അമ്മയാണ്. അപ്പം നിങ്ങളുടെ അമ്മേനെ നിങ്ങൾ ചീത്ത വിളിക്കുന്നതും ഇറക്കി വിടുന്നതൊക്കെ അത്ര ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു? അത് എനിക്ക് ശരിയായിട്ടാണ് തോന്നുന്നത്. എനിക്ക് ശരിയായെന്ന് പറഞ്ഞ ആ തള്ള എല്ലാം വാരിക്കെട്ടിക്കൊണ്ട് വയ്ക്കും. പിന്നെ അത് മാത്രമല്ല, ഈ തള്ള ഉണ്ടെങ്കിൽ എൻ്റെ ഒരു കാര്യവും അവിടെ നടക്കൂല. അത് എനിക്ക് പ്രമോഷനും അതും ഇതുമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ പോയിട്ട് 3, 4, 5 ദിവസം കൂടിയൊക്കെ അവിടെയൊക്കെ ഞാൻ റൂമൊക്കെ എടുത്ത് ഇങ്ങനെ കൂടുതലും വയനാട്, കാസർഗോഡ്, മലപ്പുറം, കണ്ണൂര് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് എനിക്ക് പോകാനുള്ളത്. അപ്പോഴും ഈ പ്രമോഷനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ തള്ള എന്തേലും എൻ്റെ മണ്ടയിലോട്ട് ഞാട്ട് നീ എവിടെ പോയടി അതെനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോഴും ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഒത്തിരി റീൽസുകൾ ഇങ്ങനെയൊക്കെ ഒത്തിരി കെട്ടിപ്പിടിക്കണതും ഇങ്ങനെ ഇരിക്കണതും പിന്നെ നമ്മളൊത്തിരി അവിടെ ഈ ബീച്ചിലും അവിടെ പാർക്കിലും ഒക്കെ പോയി ഇത്തിരി നമ്മൾ അവിടെയൊക്കെ ഇറങ്ങിയൊക്കെ നീന്തി കുളിക്കും. ടീഷർട്ട് ഇടണ ഇഷ്ടമല്ല, ജീൻസ് ഇടണമെന്നും ഇഷ്ടമല്ല. അതൊക്കെ എനിക്ക് തിരുവി ഫിറ്റായിട്ട് കിടക്കണം. ഞാൻ ഇത് ഇട്ടും കൊണ്ട് എൻ്റെ കൂടെ വരണ പ്രമോഷന് വരൂലേ, അവരുമായിട്ട് ഇത്തിരി
കളിക്കും ഒത്തിരി അതുപോലെ തന്നെ എൻ്റെ ബന്ധുക്കാർ അവരൊക്കെ എന്നെ പറഞ്ഞു എന്തിനങ്ങനെ പറഞ്ഞു വിലക്കേണ്ട ആവശ്യമുണ്ടാ, എനിക്ക് പണം വേണം പണം. അപ്പോഴേ ഇതെല്ലാവരും ഒന്ന് ഓർഡർ ചെയ്യുക. അങ്ങനെ ഞാൻ തള്ളയുടെ അടിച്ചിറക്കി വിട്ട്. ഒരു സമയത്ത് നിങ്ങളുടെ മക്കൾ ഇങ്ങനെ നിങ്ങളെ ചീത്ത വിളിച്ചോളൂ? ഓ അവര് പിന്നെ അതെങ്ങനെ പോട്ടെ, എൻ്റെ പുലിക്കുട്ടികളാണ്. നിങ്ങളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയാലോ? അത് അന്നല്ലേ, അന്നൊക്കെ ഞാൻ റിച്ചാവും, ഞാൻ ഇപ്പൊ തന്നെ റിച്ചാണല്ലോ. അപ്പോഴും ഞാൻ ഇങ്ങനെ ഇരുന്നും കൊണ്ട് ഉമ്മാരെ വീഡിയോ അടുത്ത വീട്ടിൽ ഇങ്ങനെ നിന്ന് ഉമ്മ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ പകർത്തി. അത് എങ്ങനെ പകർത്തിന്ന് ചോദിച്ചാൽ മരത്തിന്റെ ഇടയിൽ കൂടെ ഞാൻ ഞുഴഞ്ഞു കയറി പകർത്തി ഉമ്മ നിന്ന് വീഡിയോ. പക്ഷെ ആ തള്ള അറിഞ്ഞില്ല, ഞാൻ അതും കണ്ടന്റ് ആക്കി എടുത്തിട്ട്. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരതും ഞാൻ കണ്ടന്റ് ആക്കി. കള്ളുകൂടിയ മുത്തുവിൻ്റെതും സിനാൻ്റെതും, കള്ളുകൂടിയ സിനാൻ്റെതും പെണ്ണുപിടിയ സിനാൻ്റെതും ഇവരതെല്ലാം കണ്ടന്റ് ആക്കി ഞാൻ എടുത്ത്. മുത്തു ഗൾഫിൽ നിന്നൊക്കെ വന്നാൽ അതൊന്നും ഇനി ഞാൻ പറയണില്ല കഥകൾ. അപ്പം ഈ ഇടയ്ക്ക് വെച്ച് മരിച്ചപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചു, ഡാ നിന്റെ തന്ത ചത്തു. അത് ശരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. നിന്റെ തന്ത ചത്തില്ലേടാ. എന്നിട്ട് ഇവന്മാരെന്തേരി ഞാൻ ഇങ്ങനെയൊക്കെ ചത്തെന്ന് പറയുമ്പം അവന്മാർക്കും ചാനലുണ്ട്, അവന്മാരും അതിൽ കൂടെ ഓരോന്ന് അവര് പറയും. എനിക്ക് കണ്ടന്റാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ തൊഴിൽ. ഇനി ഞാൻ ഓരോന്നോരോന്ന് വെളിയിൽ വിടും. ബന്ധത്തിലുള്ള എല്ലാവരും അനിയത്തിമാരതും എല്ലാം ഞാൻ വിട്ടു. ഒരുവിധമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനി ജനങ്ങളിലേക്ക് കുറച്ചുകൂടെ എനിക്ക് എത്തിക്കും. പറയുന്ന എല്ലാം സത്യം തന്നെ ആണോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവര് തെളിയിക്കട്ടെ. ഓ ഞാൻ ഇട്ട് കൊടുക്കും. എന്റെ ഉമ്മായി അവിടെ ആ ഏരിയയിൽ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവരും വരട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ അറിയത്തില്ല അവരെ. അതാണ് ഞാൻ ഒളിഞ്ഞിരുന്ന് ഞാൻ പകർത്തിയത്. ആ തള്ള അവിടെ ഒരു വീട്ടിൽ ഇങ്ങനെ നിപ്പോണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ വെച്ചും കൊണ്ട് ഞാൻ പകർത്താനായിട്ട് വരിയാ ബേക്കിൽ ആരുണ്ടായിരുന്നു? റാഫി, റൂബി, റജബി, റണ്ണി, സണ്ണി. നിങ്ങളൊരു സെറ്റ് ആയിട്ടാണ്. നമ്മളത് ഇങ്ങനെ വരിയാ നിൽക്കും. റാഫി മുമ്പ് നിൽക്കും, റൂബി രണ്ടാമത്, റജബി ബേക്കിൽ, റണ്ണി അതിന്റെ ബേക്കിൽ, സണ്ണി അതിന്റെ ബേക്കിൽ. ഒരെണ്ണത്തിനും അതിനകത്തോട്ട് വരാൻ പറ്റൂല. ഞാൻ ഉറഞ്ഞു തുള്ളും. മക്കള് കൂടെ ഉറഞ്ഞു തുള്ളും. മക്കളെ ഞാൻ പഠിപ്പിച്ചു വെച്ചിട്ട് പുലിക്കുട്ടികളാണെന്ന്. ഈ ലൈവ് ഒക്കെ എടുക്കുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് അതിനുള്ള സമയമൊക്കെ എപ്പോഴാണ് കിട്ടുന്നത്? അത് ഞാനിപ്പോ പ്രമോഷന്റെ വർക്കുമായിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് പോവേണു. രാവിലെ പോയിട്ട് ഞാൻ പിന്നെ എവിടെയെങ്കിലും ഒക്കെ കിടക്കും. കണ്ണൂർ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ കിടന്നതിന് ശേഷം എന്തെങ്കിലും ഒരു ദിവസം 4-5 ദിവസം കൂടുമ്പോ ഞാൻ വീട്ടിൽ വരും. മക്കളെയും കൂടെ മക്കളെ ഇപ്പൊ കൊണ്ടുപോകൂല. പുലിക്കുട്ടിയൊക്കെ എന്തെങ്കിലും 10 വാക്ക് പഠിക്കണ്ടേ. വീട്ടിലെങ്ങനെ കിടക്കുവോ? അവരവിടെ കിടക്കും. എന്തെങ്കിലും ഒക്കെ അച്ചാവിച്ചാക്ക വേവിച്ച് ഇങ്ങോട്ട് തിന്നോന്നു. ലൈവ് ഒക്കെ പിടിക്കുന്ന എപ്പോഴാണ്? ഞാൻ സ്ഥലങ്ങളിലൊക്കെ ഇരുന്നും കൊണ്ടൊക്കെ ഞാൻ രാത്രി 3 മണിക്ക് 2 മണിക്ക് 1 മണിക്ക്. ഉറക്കം ഇല്ല. ഞാൻ വീട്ടിലൊക്കെ വന്നിരുന്നു ഇങ്ങനെ ഇരുന്ന് എന്റെ കണ്ണിരുന്നു. കുറച്ചു പേരൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ കഞ്ചാവൊക്കെ അടിച്ചിട്ടാണ് ഈ ലൈവ് ഒക്കെ എടുക്കുന്നത്. അത് എനിക്ക് ഉറക്കമൊന്നും ഇല്ല. ശരിക്കും അത് ഉള്ളത് തന്നെയാണ്. അത് നിങ്ങൾ കഞ്ചാവ് അടിക്കുന്നതാണ് ഉള്ളത് പറഞ്ഞാൽ. ഞാൻ കഞ്ചാവൊന്നും അടിക്കില്ല. അത് ഇതാണ് ആളുകൾ പറയുന്നത്. നിങ്ങളുടെ കണ്ണൊക്കെ ഇങ്ങനെ ഇരുന്ന് മയങ്ങി ലൈവ് ഒക്കെ എടുക്കും. അത് ഞാൻ ഉറക്കം എനിക്ക് തീരെ പിടിക്കണില്ല. പിന്നെ കിടന്ന് ഉറങ്ങിക്കൂടെ? 5 മക്കളെ നോക്കാൻ കഷ്ടപ്പെടുന്നതല്ലേ. നിങ്ങളുടെ കവറൊക്കെ മരിച്ചിട്ട് എത്ര നാളായി? കവറുക്കല്ല, കെവിറുക്ക. കെവിറുക്ക മരിച്ചിട്ട് 2 വർഷം. 2 വർഷം കഴിഞ്ഞ്. കവർക്ക് മരിച്ചത് നിങ്ങൾ കാരണമാണെന്നൊക്കെ ഒരു ഇതുണ്ടല്ലോ. അത് ആളുകൾ പറയണല്ലേ. ആത്മഹത്യ ചെയ്യാൻ എന്തെങ്കിലും ഒരു കാരണം? ആത്മഹത്യ അല്ലേ, തൂങ്ങിയത്. അപ്പൊ ആരെങ്കിലും കെട്ടിത്തൂക്കിയതാണോ? അതിന് കെട്ടിത്തൂക്കിയൊന്നുമല്ല, അത് സ്വന്തമായിട്ട് അതല്ലേ ആത്മഹത്യ എന്ന് പറയുന്നത്. അത് അല്ല നിങ്ങൾ കാരണമാണ്, നിങ്ങളുടെ സ്വഭാവ ദൂഷ്യം കാരണമാണ് അയാൾ മരിച്ചത് എന്നൊക്കെയാണല്ലോ പറയുന്നത്. അത് എന്റെ സ്വഭാവം, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്വഭാവമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് നല്ല സാധാരണ ഉള്ള ഇത്. ഇപ്പൊ എങ്ങനെയാണ് നടക്കണ അതേ കണക്കുള്ള ഇത്. ഇപ്പൊ ഉള്ള സ്വഭാവം കണക്ക് തന്നെയായിരുന്നു അന്നേരവും. അതൊക്കെ ആളുകൾ പറയണല്ലേ. ഇപ്പൊ ഞാൻ എങ്ങനെയാണ് നടക്കണത്, ഞാൻ ഇപ്പൊ ആളുകളെ എങ്ങനെയാണ് പള്ളു വിളിക്കണത്, ലൈവില് പള്ളു വിളിക്കണതും എന്റെ മക്കളെ കൊണ്ട് ഞാൻ എങ്ങനെയാണ് അതുപോലെയുള്ളവരെന്നല്ലാതെ വേണം. അത്രയുണ്ടായിരുന്നു. ഷെബീന ബീവിയായിട്ട് എന്താണ് ഇഷ്യൂ? നിങ്ങൾ എപ്പോഴും നോക്കിയാലും ചീത്ത വിളിക്കുന്ന ആളാണ്. അവരുടെ ശരീര വൈയായികയെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരുമാതിരി. അത് ഷെബീന അല്ല,
സബീന. അത് എനിക്കിനി ഇത്തിരി അക്ഷരം പഠിക്കാനുണ്ട്. ഷെബീന എന്നുള്ളത് ഞാൻ 2 വരെ പോയുള്ളൂ. 2ാം ക്ലാസ്. അതെന്താണ് എനിക്ക് അറിവും ബോധമൊക്കെ ഒത്തിരി കുറവ്. എനിക്ക് അങ്ങനെ അറിയില്ല. ഷെഫീന എന്നുള്ളത് ഞാൻ സബീന സെബീന എന്നാണ് പറയണത്. അതെനിക്ക് അവിടെ ഇങ്ങോട്ട് തിരിഞ്ഞു വരൂല്ല. നാക്കിൽ ഇങ്ങനെ ആക്കുമ്പോ ഞാൻ സെബീനായ കുറെ ഇങ്ങനെ പറഞ്ഞപ്പോ സെബീന എന്റെ കിവർക്കാര ആൾക്കാരെടുത്ത് പോയി തിരക്കി. ഞാൻ സെബീനയെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് സബീന പോയത്. സെബീനയെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സെബീനായെ ഞാൻ സെബീനയുടെ മക്കളെ കുറിച്ച് മക്കളെയൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ വിളിച്ചെന്നു തടിയനെന്നും പൊന്തനെന്നും അങ്ങനെയൊക്കെ ഞാൻ വിളിച്ചു. പിന്നെ അതാണ് സെബീനക്ക് തട്ടിപ്പോയത്. പറഞ്ഞ് എഴഞ്ഞ് ഇങ്ങനെ പൊളഞ്ഞെന്നൊക്കെ ഞാൻ ലൈവിലൊക്കെ ഇരുന്നോണ്ട് ഞാനിങ്ങനെ ആളുകളെയൊക്കെ പറഞ്ഞു. എനിക്ക് കണ്ടന്റ് വേണ്ടേ, എനിക്ക് റീച്ച് വേണ്ടേ. പൊളഞ്ഞ് നീ എഴയൂടി, നീ പുഴുക്കൂടി, നിന്റെ നാക്ക് പുഴുക്കൂടി, നീ എഴയൂടി, എടി ചട്ടുകാലി വട്ടുകാലി മന്തുകാലി കുളിച്ചു പറഞ്ഞത്. എന്നിട്ട് ഞാൻ നിങ്ങൾ ഈ എല്ലാ വീഡിയോയിലും സ്റ്റാർട്ട് ചെയ്യണത് സലാം പറഞ്ഞൊക്കെ തുടങ്ങും. പിന്നെ നിങ്ങളുടെ ഒരു വേറെ ലെവലിലുള്ള ആറ്റിറ്റ്യൂഡാണല്ലോ നമ്മളെല്ലാരും കാണുന്നത്. പ്രേതബാധ കൂടിയ പോലെയൊക്കെ. അത് ഞാൻ ആദ്യം സലാം പറഞ്ഞുകൊണ്ട് ഞാൻ ആളുകളെ കേറ്റും. കേറ്റാൻ വേണ്ടി ആളുകള എന്റെ ലൈവിലായിരുന്നാലും ആളുകള 10,000-3000 പേര് പെട്ടെന്ന് ചാടി 1 മിനിറ്റ് കൊണ്ട് 3000-4000 പേര് എന്റെ ലൈവിലും. അതെന്റെ ട്രിക്കാണ്. അതായത് ഈമാനുള്ള കുട്ടിയാണ്. ഞാൻ വീഡിയോ ഇട്ടാലും അങ്ങനെ തന്നെയാ. ഞാൻ വീഡിയോ ഇട്ടാലും ഇങ്ങനെ പറയും, അസ്സലാമു അലൈക്കും പറയും. അൽഹംദുലില്ലാ എനിക്ക് മക്കൾക്ക് സുഖമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കുക. അതിൻ്റെ സബ്സ്ക്രൈബിനോടൊക്കെ ചോദിക്കണമെങ്കിൽ ഇനി അടുത്തുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അടുത്ത് വീണ്ടും കാണുന്നവരും അതിനു വേണ്ടിയിട്ട് എൻ്റെ ട്രിക്കാണ്. നിങ്ങൾ ആ ഏരിയ ഒന്നും ഭീഷണിയൊന്നും വന്നില്ല നിങ്ങൾ ഈ നാട് കടത്തുന്നു അങ്ങനെയൊന്നും? കാരണം നിങ്ങൾ ആ നാട്ടിലൊരു ശല്യമായി വരികയാണല്ലോ. അല്ല, എന്നെ നാട് കടത്താൻ പറ്റൂല മക്കളെ. ഞാനാണെങ്കിൽ അതുവഴി ഇങ്ങനെ വരുന്നവരെ പോലും ചീത്ത വിളിച്ച് പറഞ്ഞു വിടുന്നതാണ്. എന്നെയോ എന്റെ മക്കളെയോ ചീത്ത വിളിച്ചാൽ ഞാൻ പറഞ്ഞു വിടുന്നതാണ്. ഞാൻ വടിയെടുക്കുമ്പോഴേ എല്ലാരും ഓടി രക്ഷപ്പെടും. അതുപോലെ ഞാൻ ലൈവിലിരുന്ന് ഓരോരുത്തരെയും ഞാൻ പള്ളു വിളിക്കും. എന്റെ 5 പുലിക്കുട്ടികളെ കൊണ്ട് ഞാൻ പള്ളു വിളിപ്പിക്കും. ഞാൻ പള്ളിയിൽ എന്റെ കുട്ടികൾ എത്തിങ്ങാനയിലായിരുന്നപ്പോൾ ഞാൻ അവിടെ പോയി നമുക്ക് പള്ളു വിളിച്ചു സമയമായിരിക്കാണ്. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇവരിതിപ്പോഴും മൈക്ക് ഞാൻ എന്റെ വായിലോട്ട് പിടിക്കൂ. ഇന്റർവ്യൂ എടുത്താൽ കൊള്ളാം. മര്യാദക്ക് ഇന്റർവ്യൂ എടുക്കണം. എനിക്ക് അതെല്ലാം കൂടെ ഇല്ല, ഓതി വെച്ചതെല്ലാം കൂടെ ഷുഗർ കയറി. പെട്ടെന്ന് ആരെങ്കിലൊക്കെ ഒന്ന് അറിയിച്ച് എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് നന്നാക്കാൻ നോക്കാം നമുക്ക്. ആ തള്ള ചെയ്ത് വെച്ചതാണ്. തള്ള ഇറങ്ങിപ്പോ എന്റെ ദേഹത്തിന്. അയലൊക്കത്തുള്ളവരെ എല്ലാരും കൂടെ ഷുഗർ കൂടി. മക്കളെ റാവി റൂബി റജ്ബി റണ്ണി സണ്ണി ബാക്കിലുണ്ട്. അവരോടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇനി പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്? ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? എല്ലാരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സാജി എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എൻ്റെതാ കണ്ട ഈ ആനവാൾ മോതിരങ്ങളും ഇതെല്ലാം കണ്ടല്ലോ, മാല ഇതുണ്ടല്ലോ, നിങ്ങളെല്ലാവരും ഓർഡർ ചെയ്യണം. ഇത് വിൽക്കണം. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് വെളിയിലോട്ട് പോകണമെന്നൊരാഗ്രഹമുണ്ട്. ദുബായിലോട്ടൊക്കെ എനിക്ക് പോകണമെന്നൊരാഗ്രഹമുണ്ട്. എല്ലാവരും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണം, ദുബായിലോട്ട് വരുന്നില്ലേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോഴെൻ്റെ പ്രേക്ഷകര് ഇതെല്ലാം മേടിച്ചൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഞാൻ സലാം പറഞ്ഞിട്ടേ ഞാൻ കയറുള്ളൂ. അപ്പം ഈ സലാമിലൂടെ എനിക്ക് നിങ്ങളെല്ലാവരും എനിക്ക് നല്ല വഴി കാണിച്ചു തരണം. എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ചാനൽ എല്ലാവരും നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകണം. കുടുംബ പ്രശ്നങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴേ ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾ എന്നും എൻ്റെ ലൈവിൽ കയറണം. ഇങ്ങനെയൊക്കെ കയറി കഴിഞ്ഞാൽ എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട്. എൻ്റെ നാട്ടിലുള്ളവരെ കുറിച്ചായിരുന്നാലും എൻ്റെ ഉമ്മായെ കുറിച്ചായിരുന്നാലും എൻ്റെ കിവൃക്ക മരിച്ചത് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അപ്പം എനിക്ക് എല്ലാവരെ കുറിച്ചും പറയാനുണ്ട്. കിവൃക്കാൻ്റെ ആളുകളെ കുറിച്ചാലും പിന്നെ ഒരു സബീന ബീവി അവളെ ഞാൻ വീഡിയോയൊക്കെ എടുത്ത് ഞാൻ എൻ്റെ ചാനലിലൂടെ ഇട്ടിട്ടുണ്ട്. എല്ലാവരെയും
കുറിച്ചും എൻ്റെ ചാനൽ വഴി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോഴും നിങ്ങളെല്ലാവരും കയറി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. സാജിദ സാജി എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്ത്. പിന്നെ അടുത്ത ലൈവില് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ രാത്രി 2 മണിക്കൊക്കെയാണ് എൻ്റെ ലൈവ്. അപ്പോഴും ഞാൻ ഇനി അതിൽ പറയാൻ പോകുന്നത് സബീന ബീവിയെ കുറിച്ചും സബീന ബീവിയെ കുറിച്ചൊക്കെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഞാൻ പറയാൻ പോണത്. സബീന ബീവിയുടെ മക്കളെ കുറിച്ചൊക്കെ ഞാൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലൊക്കെ പറയും. അതെല്ലാവരും കാണാനായിട്ട് നിങ്ങൾ കയറണം.